നല്ല അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. കടയിരുന്ന് വിരിഞ്ഞത് തന്നെയാണ്. ഇതിൽ എല്ലാം മിക്സായിട്ടാണ് വരുന്നത്. തോനും പുള്ളിക്കോഴി കുഞ്ഞുങ്ങളുണ്ട്, ചാരുണ്ട്, ലൈനേജ് ഉണ്ട്, എല്ലാം കൂടി മിക്സായിട്ടുള്ളതാണ്. നല്ല അടിപൊളി സെറ്റാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത് അടയിരുന്ന് വിരിഞ്ഞത് തന്നെയാണ്. ബോക്സിലാണ് അടയിരുന്ന് വിരിഞ്ഞത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഈ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, അമ്മക്കോയിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മക്കോയിനെ മാറ്റിയിട്ട് വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ കൊടുത്തതാണ് കേട്ടോ. തമിഴ്നാടുള്ള ടീം മുന്നേ നമ്മൾ എടുത്തുന്നത്. അപ്പോൾ അവർക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തത്. കാരണം അവർക്ക് നേക്കഡ് തോന വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മുന്നേ അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിനി. അന്ന് ഒന്നേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ വിരിഞ്ഞതിൽ നിന്ന് മാറ്റം വരുത്തിയാണ്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അവരങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ബാച്ചിൽ വിരിഞ്ഞാൽ അങ്ങനെ കൊടുക്കലുള്ളൂ. അതിൽ മാറ്റം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതിലൊക്കെ പുള്ളി, ലൈനേജ്, ചാര എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതേമാതിരി തന്നെ ചെറിയൊരു മാറ്റമേ വന്നിട്ടുള്ളൂ. പിന്നെ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റം വരുത്താനൊന്നും കഴിയില്ല കേട്ടോ. വേറെ കാര്യം ഇവർ പിന്നെ എന്താ വെച്ചാൽ തമിഴ്നാടുള്ളതാണ് അത്രയും നമ്മളോട് പറഞ്ഞിന്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുപോലെയുള്ള അമ്മക്കോഴി കുഞ്ഞുങ്ങളാണ് കൊടുക്കണത് കേട്ടോ. ഇതില്ലേ ഓരോ സെറ്റും ഓരോ ലെവലിലാണ് വരിക. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് കിട്ടണം എന്നുള്ളതിലാണ് എല്ലാവരും വിളിക്കുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നല്ല, എപ്പോഴും അങ്ങനെ ഇതാക്കി കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും വിളിക്കുന്നത് ഇപ്പം കിട്ടണം എന്നുള്ളതിലാണ്. കുറച്ച് ദിവസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളി അമ്മക്കോയും കുഞ്ഞുങ്ങളായിട്ടാണ് അങ്ങനെ വേണമെങ്കിൽ തരും. അതെല്ലാം ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെയും തരും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ റേറ്റാണ് വരിക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ പിന്നെ ചിലർ നമ്മൾ വീഡിയോ ഇട്ടെന്നിട്ട് 2 ആഴ്ച കഴിയുമെന്ന് പറയുമ്പോൾ വീഡിയോ ഇട്ടുതരും, അതിൻ്റെ റേറ്റ് പറഞ്ഞ് അറിയും. നമ്മൾ സാധനം പിന്നെ അയച്ചാൽ മതി. നമ്മൾ ആയിട്ടേ അയക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ 2-3 ദിവസമായ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 ആഴ്ചയാണ് നമ്മൾ കൂടുതലും പറയണത് ഇപ്പോൾ. അപ്പോൾ 3 ആഴ്ച ആകുമ്പോൾ ചിലപ്പോൾ അട വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല. ആ ലെവലിലാണ് വരിക. കാരണം ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കണേ. പിന്നെ ചില സമയങ്ങളിൽ 5, 6, 7 സെറ്റൊക്കെ ഒരേ സമയം ഇറങ്ങിയതും ഉണ്ടാവും. നമ്മൾ വീഡിയോ ഇട്ടെടുത്തിട്ട് പെട്ടെന്ന് തീരുമാനമാക്കിയില്ലെങ്കിൽ ആരാണോ പെട്ടെന്ന് തീരുമാനമാക്കണോ അവർക്ക് അങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലർ വീഡിയോ ഒക്കെ ഇട്ടെടുത്ത് ഇപ്പോൾ പറയട്ടെ പറഞ്ഞ് പിന്നെ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാവും മറുപടി അറിയാം. അപ്പോൾ അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നൊക്കെ അറിഞ്ഞാൽ നമ്മൾ കോഴിക്കോടേക്ക് അയച്ചിന്, കണ്ണൂർക്ക് അയച്ചിന്, പാപ്പിനിശ്ശേരി. അപ്പോൾ അത് ഉച്ചക്കുള്ള വണ്ടിക്കാണ് വിട്ടത്. ബുധനാഴ്ച മാത്രം ഉച്ചക്ക് ഇവിടുന്ന് ഒരു മണി 12-1 മണീൻ്റെ ഇടയിൽ വണ്ടി ഇവിടെത്തും. അത് കാസർഗോഡ് ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് കാസർഗോഡ് എത്തുന്നുണ്ട്. 5-5:30 ആകുമ്പോഴത്തേന് പാപ്പിനിശ്ശേരി കണ്ണൂരെത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ എടുക്കേണ്ടി കൂടുതൽ ആൾക്കാർക്ക് കണ്ണൂർ ഭാഗത്തൊന്നും നേരെ വൈകി എടുക്കാൻ പറ്റുന്നില്ല. കാരണം സാധാരണ വണ്ടി വൈകുന്നേരം 7 മണിക്കൊക്കെയാണ് നമ്മളിവിടെ എത്തുന്നത്. രാമനാട്ടുകര തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടി. അപ്പോൾ 7 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടാൽ കാസർഗോഡൊക്കെ എത്തുമ്പോഴത്തേന് ഏകദേശം 2 മണി 3 മണി പുലർച്ചെ ആവുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. അതുകൊണ്ട് എടുക്കാൻ എല്ലാവർക്കും സുഖമാണ്. കൂടുതൽ ആളുകളും ആ ഭാഗത്തുള്ളതിൽ ഇതിൽ നിന്നാണ് എടുക്കണേ. പിന്നെ അപ്പം കിട്ടണം എന്നുള്ള ലെവലിലാണെങ്കിൽ നേരെ വൈകിട്ട് റിസ്ക് പിടിച്ചിട്ട് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്ത് പിന്നെ ചിലപ്പോൾ ബുധനാഴ്ച വൈകുന്നേരമാണ് വീഡിയോ ഇട്ട് കൊടുക്കണമെങ്കിൽ അല്ല വ്യാഴാഴ്ച ആണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച ആവും പിന്നെ അയക്കാൻ പറ്റും. അപ്പോൾ ഡെലിവറി ആയിട്ട് എടുക്കണം എന്നുള്ളൊരു 300 രൂപ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കണേ. കാരണം നിങ്ങൾ വീട്ടിലെത്തിക്കില്ല അയക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം ടു കാസർഗോഡ് ഹൈവേയിലാണ് 300 രൂപ ചാർജും വരുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയാൽ മാത്രം വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നാടൻ തന്നെയാണ്. അടയിരിക്കുന്ന ടൈപ്പാണ് കുഞ്ഞുങ്ങളൊക്കെ. അത് പുള്ളിയാണെങ്കിലും അടയിരിക്കുന്നതാണ് എല്ലാവരും. നമ്മളിവിടെ കുറേ പുള്ളികളൊക്കെ അടയിരുന്ന് തന്നെ അടയിരുത്തി വിരിഞ്ഞ് തന്നെ കൊടുത്തണ് അമ്മക്കോഴി കുഞ്ഞുങ്ങളായിട്ട്. പിന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞൊക്കെ കേൾക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഒരു ബ്രഹ്മൻ്റെ വീഡിയോ ഇട്ടിനി. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ വിളിക്കുക റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാണ്ട്. റേറ്റ് എല്ലാം അതിൽ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് എത്ര എന്നുള്ളതൊക്കെ. അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കുക. കാരണം വെറുതെ കിട്ടുന്നുള്ള ലെവലിലാരും വിളിച്ചിട്ട് കാര്യമില്ല. ബ്രഹ്മൻ്റെ വില എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവർക്കൊരു ഉപകാരം ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് ബ്രഹ്മൻ്റെ. ആ വീഡിയോ കാണാത്തവർ കയറി കണ്ടു വയ്ക്കാൻ മതി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. നിങ്ങളൊക്കെ കണ്ടില്ലേ അമ്മച്ചോട്ടിലേക്ക് പാഞ്ഞ് കയറാനുള്ള പരിപാടിയാണ്.
അടയിരുന്ന് വിരിഞ്ഞുള്ള കുഞ്ഞുങ്ങളിങ്ങനെ ഉണ്ടാവുക. പിന്നെ കുറേ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് മുട്ടക്കോഴി ഉണ്ടോ ചോദിച്ച് വിളിക്കുന്നുണ്ട്. മുട്ടക്കോഴി പറഞ്ഞാൽ ഓല് ഉദ്ദേശിക്കുന്നത് വലിയ കോഴികളാണ്. മുട്ടക്കോഴി നമ്മൾ പറയാം കണ്ടിന്യൂ ആയിട്ട് മുട്ടയിടണ അടയിരിക്കാത്ത കോഴികളാണ്. അപ്പോൾ അത് മുട്ടക്കോഴി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്കില്ല എന്ന് പറയും. പിന്നെ പൊതുവെ ഇപ്പോൾ നമ്മളടുത്ത് വലിയ കോഴി മുട്ടയിടണ മാത്രമായിട്ട് കൊടുക്കാനില്ല. നമ്മൾ കൂടുതലും ഇങ്ങനെ കോഴി കുഞ്ഞുങ്ങളും തന്നെയാണ് കൊടുക്കുന്നത്. അല്ല പിന്നെ ഒരു മാസമായ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ മുട്ടക്കോഴികൾ എടുക്കണവർ ശ്രദ്ധിക്കുക. കാരണം അടയിരിക്കാത്ത മുട്ടക്കോഴിയാണ് വരിക. അത് ഇപ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കൈരളി കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി കോഴിയാണ്. നമ്മൾ ഏകദേശം നാടൻ മുട്ടൻ്റെ അതേ ലെവലിലാണ് ഉണ്ടാവുക. അതേ മാർക്കറ്റും ഉണ്ട്, അതേ വില കിട്ടും. നമ്മൾ അയച്ചിട്ട് വളർത്താനും പറ്റും. നല്ല കോഴിയാണ്. പിന്നെ ഇന്നൊക്കെ കുറേ ആൾക്കാർ മുട്ടക്കോഴി അറിഞ്ഞ് വിളിച്ചിന്. സംഭവം ഉദ്ദേശിച്ചതാണ് അടയിരിക്കുന്ന വലിയ കോഴിയാണ്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ കൊടുക്കലില്ല. ഇപ്പോൾ നിലവിൽ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും ഓർഡർ ഇങ്ങനെ കോഴി കുഞ്ഞുങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ പോയി വാങ്ങി ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ മുട്ടയിട്ട് തുടങ്ങണത്. അപ്പോൾ നമ്മൾ ആ ചിലവും ആ ദിവസമൊക്കെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ അച്ചൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും കിട്ടില്ല. കാരണം നമ്മൾ പോക്കും ചിലവൊക്കെ അറിഞ്ഞാൽ അത്യാവശ്യം സമയം മെനക്കെടും. അപ്പോൾ പിന്നെ മുട്ടിട്ട് അടയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതുകൊണ്ട് കൂടുതൽ അങ്ങനെയാണ് കൊടുക്കണേ. അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കണേ. പിന്നെ എല്ലാവരും കൂടുതലും വളർത്താൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, നമുക്ക് കൂടെ വേണമെന്നുള്ളതാണ്. ഒരു മാസമായതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിന് നമ്മൾ പാരൻ സ്റ്റോക്ക് ഉണ്ട്, ലൈനേജിൻ്റെയും പുള്ളീൻ്റെയും ഓരോ കളറുകളൊക്കെ ഉണ്ട്. ഓരോ കോഴികളടായാൽ ഓരോ മുട്ട മാത്രമാണ് നമ്മൾ വിരിച്ച് കൊടുക്കുന്നത്. ആ കോഴികളെ നമ്മൾ ഒരു മാസമാക്കി കൊടുക്കുന്നത്. ആ കോഴികളെ നമ്മൾ തിരിച്ച് ആ പാരൻ സ്റ്റോക്കിൽ തന്നെ സെറ്റാക്കും. കുഞ്ഞുങ്ങൾ ഒരു മാസമായിട്ട് കൊടുക്കുകയും ചെയ്യും. അത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല കുഞ്ഞുങ്ങളുണ്ടാവും. അതിന് റേറ്റ് കൂടും കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ലൈനേജോ ഇപ്പോൾ 7 കളറിൽ വരുന്നതൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സെറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യും. കുറച്ചും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒന്നാമത് സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും. അപ്പോൾ പാരൻ സ്റ്റോക്കൊക്കെ ഞാൻ കാണിച്ചിട്ട് സെറ്റാക്കി വിടും. അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വിടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വീഡിയോ ഒക്കെ അയക്കും. അപ്പോൾ അതിൻ്റെ പാരൻ സ്റ്റോക്കൊക്കെ കാണാം. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുഞ്ഞുങ്ങൾ ഇതേമാതിരിയാണ് വരിക. പിന്നെ ചിലർ നേക്കഡ് പറ്റണില്ല. നേക്കഡ് പറഞ്ഞാൽ നാടൻ തന്നെയാണ്. ഒക്കെ ഇതിലെല്ലാം കാണുന്നൊക്കെ അടയിരിക്കുന്ന നാടൻ കോഴികൾ തന്നെ ഉണ്ടാവുക. ചിലർക്ക് കൂടുതലും വേണ്ടത് നേക്കഡാണ്. ഫുള്ള് നേക്കഡ് കിട്ടുമെന്ന് വിളിക്കുന്നവരുണ്ട്. അതുപോലെയുള്ള സെറ്റുകളൊക്കെ നമ്മൾ കൊടുക്കണേ. സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ്. ഹൈവേ ഡെലിവറി 300 രൂപ ചാർജ് വരും കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ വീട്ടിലെത്തില്ല, ഹൈവേയിൽ എത്തിക്കുള്ളൂ. അപ്പോൾ തൃശ്ശൂർ കുന്നംകുളം അങ്ങനെ പോയിന്. കുന്നംകുളം തൃശ്ശൂർ എടപ്പാൾ കുറ്റിപ്പുറ ആ ഭാഗത്തൊക്കെ ഹൈവേയിൽ കിട്ടും. അതേമാതിരി കൊല്ലം ആലപ്പുഴ അങ്ങനെ പോകും. ഏകദേശം തിരുവനന്തപുരം